വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരികയാണ്. നീറ്റ് യു.ജി. പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 17 പേർക്കാണ് പുതിയ പട്ടിക പ്രകാരം ഒന്നാം റാങ്ക് ലഭിച്ചത്. ഒന്നാം റാങ്ക് ലഭിച്ചവരിൽ ശ്രീനന്ദ് ശർമിൽ എന്ന മലയാളിയും ഉൾപ്പെടുന്നു. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നീറ്റ് യു.ജി. പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ റാങ്കുകളിലെ പെരുപ്പമായിരുന്നു ആദ്യം തന്നെ ഇതിനകത്ത് അസ്വാഭാവികമായി കണ്ടെത്തിയ ഒന്ന്. പുതുക്കിയ റാങ്ക് പട്ടിക എങ്ങനെയാണ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ലക്ഷ്മി, 720 മാർക്ക് നേടിയ 67 പേരായിരുന്നു കഴിഞ്ഞ ജൂൺ 4 പ്രസിദ്ധീകരിച്ച ഫലത്തിലുണ്ടായിരുന്നത്. അതിൽ കേരളത്തിൽ നിന്നുള്ള വ്യക്തികളും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ 67 എന്ന നമ്പർ 17 ചുരുങ്ങിയിട്ടുണ്ട്. ഗ്രേസ് മാർക്കുകൾ പൂർണ്ണമായി ഒഴിവാക്കിയതോടുകൂടിയാണ് ഇത്തരമൊരു പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഇന്ന് തീരുമാനിച്ചത്. ഏതായാലും ഇന്ന് തീരുമാനിച്ച പട്ടികയിൽ ഈ 17 പേർക്ക് മാത്രമാണ് 720 മാർക്കും ലഭിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ഇതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ വിശ്വാസ്യതയേറ്റ കളങ്കം യാഥാർത്ഥ്യമാണ്, ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പുനഃപ്രസിദ്ധീകരണ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജൂൺ 4 പ്രസിദ്ധീകരിച്ചപ്പോൾ വ്യാപകമായ ഒരു സെന്ററിൽ നിന്ന് തന്നെ വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. 6 പേരാണ് ചില സെന്ററുകളിൽ നിന്ന് ഫുൾ മാർക്ക് 720 വാങ്ങിയിരിക്കുന്നത്. കോട്ടയത്തെ ചിന്മയ വിദ്യാലയം അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലക്ഷ്മി, ഏതായാലും കേരളത്തിൽ നിന്ന് ഇപ്പോൾ ശ്രീനാഥ് മാത്രമാണ് ഈ 17 പേരിലുള്ളത്, റാങ്ക് ലിസ്റ്റിലുള്ളത്. ലക്ഷ്മി, നീറ്റ് റാങ്ക് പട്ടികയുടെ ആ പെരുക്കം തന്നെയായിരുന്നു അതിൻ്റെ അസ്വാഭാവികതയും. പിന്നീടാണ് മനസ്സിലാകുന്നത് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തുവരുന്നു. വിഷയം സുപ്രീം കോടതിയിലെത്തുന്നു. ഏതായാലും ഒരു പുനഃപരീക്ഷയിലേക്ക് കാര്യങ്ങൾ കടന്നില്ല. അങ്ങനെ വലിയ തോതിൽ വ്യാപകമായി രാജ്യത്തുടനീളം ചോർന്നില്ല എന്നുള്ള വാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. 17 പേർക്കാണ് പുതിയ പട്ടിക പ്രകാരം ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നാം റാങ്ക് ലഭിച്ചവരിൽ ശ്രീനന്ദ് ശർമിൽ എന്ന മലയാളിയും ഉൾപ്പെടുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ.